എല്ലാത്തിനും എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടികളുണ്ട്. കാരണം അവിടെ പറയാത്ത കാര്യങ്ങളും ഇതിനെ പറ്റിയൊക്കെ കുറേ ഞാൻ പറഞ്ഞിറങ്ങാൻ. രേണു ഈ പറഞ്ഞതുപോലെ ഞാൻ പറയാം കുറേ ഉണ്ട്. രേണുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലയാവും. അതുകൊണ്ട് ഹായ് ചേച്ചി, വെൽക്കം ബാക്ക്. താങ്ക് യു. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിമിക്രി, പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ട് പുറത്തുള്ള ഷോസ് ചെയ്തിട്ട് ഇതേ കൊച്ചിൻ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാലം എനിക്ക് ഉണ്ടാവുമെന്ന്. ഞാൻ അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ട് പോയത്. അപ്പോൾ അതെന്തായാലും എനിക്ക് സാധിച്ചു. ഞാൻ വന്നപ്പോൾ ഇത്രയും പേര് എന്നെ കാത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു. കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് നിങ്ങളിവിടെ വന്നപ്പം എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ഹാപ്പി. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അല്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് വരുന്നതാണ് ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പറയണം, നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോലെ ഫാമിലി ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ആഞ്ജനേയനും ഉണ്ട്, ദിലീപേട്ടനും ഉണ്ട്. ഇല്ല, ഏറ്റവും വലിയ സത്യം എന്താ വെച്ചാൽ എനിക്ക് ഫോണില്ലായിരുന്നു. ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദിലീപേട്ടനായിട്ടും അവിടെ നിന്ന് വേറുള്ളവരുടെ ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു. ദേഷ്യമോ? വ്യക്തിപരമായിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കരമായിട്ട്. അവിടെ ബാക്കി എല്ലാവർക്കൊക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ രക്ഷപ്പെട്ടോട്ടെ. 7ന്റെ പണിയായിരുന്നു. കാരണം കോസ്റ്റ്യൂം തന്നെ 7ന്റെ പണിയായിരുന്നല്ലോ. കാരണം ഈ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ 100 ഡേയ്സിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയത്. പക്ഷെ അവർ അതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു. അവർ 100 ഡേയ്സ് കോസ്റ്റ്യൂം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇത്രയും ദിവസം ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ യാത്ര പറയേണ്ട ഒരു രംഗം വരുമ്പോഴത്തേക്കും എല്ലാവരും കരച്ചിലും ബഹളവും ആയിരിക്കും. അപ്പം അതിനെക്കാട്ടും നല്ലത് ഭയങ്കരമായിട്ട് ബാക്കി പിന്നെ പറഞ്ഞ ബാക്കി നമുക്ക് ഇരുന്ന് പറയാം. ഇതിപ്പോ എന്താ, ഞാൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരുന്ന് ഇതിപ്പോ ഒരുമാതിരി എത്രയോ ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് കാണത്തില്ല. ഞാൻ പറയാം നിങ്ങൾക്ക് ഓരോരുത്തർ അതാ ഞാൻ പറയാം ഇരുന്നിട്ട് ലാസ്റ്റ് ചോദ്യം. ഈ സരിക ഹോട്ട് സീറ്റ് ഇരിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പുറത്ത് ചേച്ചിക്ക് ആദ്യം ഭയങ്കര ഇതായിട്ടാണ് വന്നത്. ഇപ്പൊ അത് സരികനോട് പറഞ്ഞ പ്രശ്നം തീർത്ത്. പക്ഷെ അതിപ്പോ ചേച്ചി ഇറങ്ങുമ്പോ എന്തായിട്ട് പറയുന്നത്? ഞാനത് ഭയങ്കര രസമായിട്ട് 6 മണിക്കൂറിന് ശേഷമാണ് ഇതിനെ പ്രതികരിച്ചത്. കാരണം ഞാനൊരു സാധാരണക്കാരി, എനിക്ക് ഒരു സാധനം വരുമ്പോ അപ്പൊ തന്നെ പ്രതികരിക്കുന്നില്ല. ഞാൻ ആലോചിച്ച് ഇതൊരു നമുക്ക് ഈ ഗെയിമിനപ്പുറം അല്ലല്ല അങ്ങനെ ആരും പറയിപ്പിച്ചാൽ ഞാനൊന്ന് ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് ഞങ്ങളെ കോലറിയാം. ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസും ഒക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നല്ലേ നല്ലത്. ഇല്ലില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്ത. കാരണം എനിക്ക് തന്നെ അറിയായിരുന്നു ഈ ഒരാഴ്ച ഞാൻ പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തത്. എനിക്ക് അവരൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൂ. അല്ലാതെ അവരെ നമ്മൾ ആ വീട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും യാതൊരു വിധ മിസ്സിങ് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂ വരും? കുറെ ആൾക്കാർ അവിടെ അതിന്റെ ഒരു പല ഏജിലുള്ള ആളുകളായിട്ട് ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്നു. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. ശരിക്കും ഇതിനൊക്കെ എങ്ങനെയാ കാണുന്നത് ആസ് എ പേഴ്സൺ? സ്വന്തം ഗെയിം വെച്ച് ഞാൻ ചോദിക്കണം, ഒരു കുടുംബത്തിൽ എത്ര ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലല്ലോ ഉള്ളൂ. എന്റെ വീട്ടിൽ പ്രായ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചെറിയ ആഞ്ജനേയനുണ്ട്, ദിലീപേട്ടനുണ്ട്. അതുപോലെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ദിലീപേട്ടന് അത് ഞാൻ പറയില്ല, അങ്ങനെ ഇപ്പൊ വേണ്ട. ഇന്റർവ്യൂല് അത് ഞാൻ പിന്നെ അതെനിക്കെന്തറിയോ, എന്റെ പ്രശ്നം ഞാൻ പറയട്ടെ. എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടില്ല. കാരണം ചിലതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാം കുറച്ചല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ല, അത് ഒറ്റ വാക്കി പറഞ്ഞാൽ വീണ്ടും അത് കൺഫ്യൂഷൻ ആവും. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും എന്നെ
ഫാത്തിമയുടെ ചേച്ചി ഉണ്ടായിരുന്നു അത് ഒറ്റ വാക്കിൽ തീർക്കില്ല, അത് ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അത് എവിടെ ചിരി തുടങ്ങി എങ്ങനെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയും. എനിക്ക് തന്നെ പറയണമെന്നുണ്ട്. ഇതിപ്പോ നിങ്ങളെ ആവശ്യം മാത്രമല്ല, എനിക്ക് എല്ലാ എപ്പിസോഡിന്റെയും നിങ്ങളുടെ ക്വസ്റ്റ്യനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്നെ കോൺടാക്ട് ചെയ്തോളും, രാജ്യങ്ങൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് അവിടെ വന്ന് ഒരാളായിട്ടാണ് ചേച്ചിക്ക് രേണുസുതിയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആണ്? അത് മാത്രം പറയുകയാണെങ്കിൽ രേണു ഈ പറഞ്ഞതുപോലെ ഞാൻ പറയാം കുറേ ഉണ്ട്. രേണുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലയാവും. അതുകൊണ്ട് ഒറ്റ ചോദ്യം, അനീഷ് ഒരു കോമണ്ടർ ആയിട്ട് വന്നതാണ്, അയാളുടെ ഗെയിം എങ്ങനെയാണ്? അടിപൊളി, സൂപ്പർ. പിന്നെ അവരൊക്കെ അതിനായിട്ട് വന്നതാ, അവരൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർ. ചേച്ചി ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പുറത്താവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, കാരണം ചേച്ചിക്ക് അവിടെ മോശമായിട്ട് കളിച്ച വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അല്ല അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ഇതിപ്പോ ഞാൻ എല്ലാം പറഞ്ഞു, ഞാൻ ഇത് പറയില്ല, അത് ചോദ്യചിഹ്നം എന്തുകൊണ്ട് പോയി. അപ്പൊ ഞാനത് പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കണം. കാരണം ലാലേട്ടന്മാർ ഇന്നലെ പറഞ്ഞത് രേണുസൂതി മാത്രം വരുന്ന നോക്കൂത്തി പോലെ കളിക്കുന്നില്ല, CCTV പോലെ കളിക്കുന്നു. ഞാൻ പറയണ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഏഷ്യാനെറ്റിന്റെ താഴെ എഴുതി ചോദിക്കും. 30 എന്താ രേണുസുതിക്ക് ഒരുപാട് ഇതുണ്ട്. രേണുസുതി സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്കൊന്നും പറ്റിയൊരു സംഭവം അല്ല അത്. കാരണം അവരുടേതായ രീതിയിൽ അവർക്ക് വയ്യായികകളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ. ഞാൻ അവരെ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി, എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം രേണുസുതിന്റെ ഞാൻ പറയില്ല, അതൊക്കെ ഞാൻ പറയുന്നത് ഓരോ വാക്കും ഇങ്ങനെ ഇതേപോലെ ഗെയിം ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഗെയിം മാറ്റി അങ്ങനെ ചെയ്യാന്നുള്ളത്. കട്ട് ചെയ്ത് പറഞ്ഞ അതാണ്. ലാലേട്ടനോട് പറഞ്ഞ പോലെ ഒരു 10 പേര് കലാഭവൻ സരിയാൻ അറിയാം, ഒരു 20 പേരും കൂടെ അറിയണം. 20 അല്ല, ഇപ്പൊ 30-40 അറിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇനിയും പോയിട്ട് വെറുതെ ചളക്കൊളാവണ്ട. അനുമോളുടെ എല്ലാം ഇഷ്ടമാണ്, കരച്ചിലും ചെയ്യും ഇവര്. ഞാൻ ഇരുന്ന സമയം അപ്പൊ നിങ്ങൾ ഇതൊറ്റ ഇന്റർവ്യൂല് തീർക്കേണ്ട പരിപാടിയാണോ? അല്ല, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടികളുണ്ട്. കാരണം അവിടെ പറയാത്ത കാര്യങ്ങളും ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇത്രയും പേരെ വെച്ചിട്ടൊക്കെ നമുക്ക് വരേണ്ടത്. പിന്നെ അത് മാത്രമല്ല ഒറ്റയടിക്കാണ് ഗെയിം മാറ്റുന്നത്. 7-ന്റെ പണി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കഴിച്ചില്ല. കഴിഞ്ഞ എനിക്ക് കുറെ പറയാനുണ്ട്. ഇത് ഞാൻ ഒറ്റ വാക്കിലൊന്നും, എനിക്കൊരു 10 വാക്കിൽ പറയാനുണ്ട്. ദിലീപേട്ടാ, അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണും, എല്ലാവരും വന്ന് കാണും. അയ്യോ, അവിടെ പടക്കം പൊട്ടിച്ച് സന്തോഷം, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാണ്. പിന്നല്ലാതെ ശരി, താങ്ക് യു. അതെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞു. അത് ഞാൻ പച്ചത്തന്നെ അതല്ലേ പറഞ്ഞത്, അതിന്റെ സപ്പോർട്ടിന്. ബിൻസിനെ പറ്റിയൊക്കെ കുറെ ഞാൻ പറഞ്ഞിറങ്ങാൻ. ഇത് ചെരുപ്പല്ലേ, എനിക്ക് ഒരു സാധനം, ചെരുപ്പ് മാത്രമല്ല എനിക്കൊരു സാധനം ഉപയോഗിക്കാൻ പറ്റും. ഒരിക്കലും ഇവര് ഇതിലോട്ടാ. അല്ല, ഞാൻ ചോദിക്കണെങ്കിൽ ഈ കോലത്തിൽ തന്നെ ചോദിക്കണം. ഞാനൊന്ന് വൃത്തിക്ക്, നമ്മള് ബിഗ് ബോസിലോ ഞങ്ങൾക്ക്